അമിത്ഷാ നരേന്ദ്രമോദിക്ക് കൊടുത്ത പിറന്നാൾ സമ്മാനത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അമിത്ഷാ. നമ്മൾ ചിലപ്പോൾ പഴഞ്ചൊല്ലുണ്ടല്ലോ, അവൻ മനസ്സിൽ കാണുന്ന ഞാൻ മാനത്ത് കാണുന്നു. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇതേ ദിവസം തന്നെ വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വലിയ ഭീകരവാദം ഉന്നയിച്ച് പ്രവർത്തിച്ച് ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന, കമ്മ്യൂണിസ്റ്റ് ഭീകരത, ചുവന്ന ഭീകരത ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം, മോദിയുടെ 75ാം പിറന്നാളിന്. അമിത്ഷാ പറഞ്ഞത് 2036 മാർച്ച് 31 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്ന് മാവോയിസ്റ്റ് ഭീകരത തുടച്ചു നീക്കുമെന്നാണ്. പക്ഷേ അതിനു മുമ്പേ അവരിലെ പ്രബല സംഘടന ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പിറന്നാൾ ദിനത്തിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ സന്നദ്ധത അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൻ്റെ നായകനായ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന ഒരു പിറന്നാൾ സമ്മാനം തന്നെയല്ലേ ഇത് ഒന്നാമത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മുമ്പ് ജയപ്രകാശ് നാരായണന്റെ മുമ്പിൽ ചമ്പൽ മാൻസിംഗും കൊണ്ടുപോയി ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതാണ് ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നത്. പിന്നെ ഒരു രക്ഷയുമില്ലാതായി മാവോയിസ്റ്റുകൾക്ക്. ഒരുപാട് ഈ ഖനി പ്രദേശങ്ങൾ മുഴുവൻ ഇവർ കീഴടക്കിയിട്ട് ഒരു വർഷം ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് 1400 കോടി രൂപ ഇവർ പിരിക്കുന്നുണ്ടായിരുന്നു. കോർപ്പറേറ്റുകൾ ഇതങ്ങനെ വെളിപ്പെടുത്തുമൊന്നുമില്ല, കാരണം അവർക്ക് നിന്ന് പഴക്കാനായിട്ട് ഇത് ഈ ഹഫ്ത എന്നുള്ള പറഞ്ഞ പോലെ ഇത് കൊടുത്തേ പറ്റുള്ളൂ. ആസാമിൽ മറ്റേ ടാറ്റ തന്നെ സമ്മതിച്ചിട്ടില്ലേ, ഉൾഫ തീവ്രവാദികൾക്ക് തേയിലത്തോട്ടങ്ങളിൽ നിന്ന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇവര് ആഗോള തരത്തിലുള്ള മയക്കുമരുന്ന് സംഘടനകൾ ലാറ്റിൻ അമേരിക്കയിൽ ഉള്ളവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക തീവ്രവാദികൾ, ദാവൂദ് ഇബ്രാഹിമിന്റെ ഗാങ്, ചോട്ടാ ഷക്കീല്, ഇങ്ങനെ ബംഗളൂരിൽ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം പറയാതിരിക്കുന്നത്. അതെ, മാവോയിസ്റ്റുകള്, മറ്റേ സ്വാമിമാരെ കൊല്ലല്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവര് ചെയ്തിട്ടുണ്ട്. മറ്റു പലർക്കും വേണ്ടിക്കുള്ള കൊട്ടേഷൻ പണിയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇത് ഈ നക്സലിസം ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാലത്ത് ഇത് ഭയങ്കര ഭീകരതയുടെ ഒരു ഓർമ്മയാണ് എനിക്കും ഉള്ളത്. കാരണം കേരളത്തിൽ തന്നെ 1969-70 സമയത്തൊക്കെ വയനാട്ടിലും പിന്നെ നഗരൂർ കുമ്മിൾ എന്നൊക്കെ പറഞ്ഞ കേസ്, തിരുവനന്തപുരത്തൊരു കേസ്, കോങ്ങാട്ടിൽ രാമൻ മേനോനെ, അത് ഞാനൊന്നും കേട്ടിട്ടില്ല. കോങ്ങാട്ടിൽ രാമൻ മേനോൻ എന്ന് പറഞ്ഞാൽ IG VN രാജഗോപാലന്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു. കോങ്ങാട്ടിൽ രാമൻ മേനോനെ, ജന്മി കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്ന് നമുക്കറിയാമല്ലോ, ജന്മി എന്ന് പറഞ്ഞാൽ ഇത്രക്കൊക്കെ ഉള്ളൂ എന്നുള്ളത്. ഈ കോങ്ങാട്ടിൽ പിന്നെ ഒരു അടികയെ കൊന്നിട്ട് ഇത് മറ്റേ ഈ ഗേറ്റൊക്കെ വെക്കില്ല, അവിടെ കൊണ്ട് കുത്തി വെച്ചിട്ട് പോവുക, ഇങ്ങനെ തല കൊയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അജിതയൊക്കെ വലിയ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അജിതയെ പിന്നെ പിടിക്കുന്നു, നക്സൽ വർഗീസിനെ ആത്മകഥ വരുന്നു അല്ലെ, സീരിയലൈസ് ചെയ്യുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇവര് അന്ന് പിടിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പിടിക്കുമ്പോ ചിത്രം മനോരമയിൽ T നാരായണന് മാത്രമാണ് കിട്ടുന്നത്. ഒരു ലുങ്കിയും ബ്ലൗസും ധരിച്ച BKB നായരാണ് T നാരായണന്റെ കൂടെ പോകുന്നത്. അന്ന് ആ ചിത്രമൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അതെ, പുസ്തകത്തിലുണ്ട് ആ ചിത്രം. ആകെ ക്ഷീണിച്ച് കാട്ടിക്കൂടി പോയി ഒറ്റപ്പെട്ടു പോയതൊക്കെ. ഫിലിപ്പം പ്രസാദ് ഇവരിൽ നിന്ന് സത്യസായി ബാബയുടെ പോയി, ഇവരിൽ നിന്ന് ആ സംഘത്തിൽ നിന്ന് ഒളിച്ചോടി പോയതൊക്കെ ഈ ആത്മകഥയിലുണ്ട് അജിതയുടെ. ഇതൊരു വല്ലാത്തൊരു കരാളതയും ഭീകരതയും ഒക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ചേർന്നും പോയി. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, പാട്യം ഗോപാലൻ, ഇങ്ങനെ തുടങ്ങി ഇവരൊക്കെ ഈ നക്സലിസത്തിന്റെ പിന്നാലെ കൂടി. പിണറായി ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. എന്നിട്ട് പിണറായിയുടെ അടുത്തുമൊക്കെ പോയിട്ട് AKG ഒക്കെ സംസാരിച്ചിട്ട് CH കണാരനാണ് ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നത്. അപ്പൊ ഈ നക്സലിസത്തിലേക്ക് പോയ പിണറായി വിജയൻ, MV ഗോവിന്ദൻ ഇങ്ങനത്തെ ചെറുപ്പക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി
തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പ്ലീനം നടത്തിയിട്ട് AKGയെ താൽക്കാലികമായിട്ട് കേരളത്തിൽ സെക്രട്ടറി ആക്കി. എന്നിട്ട് അദ്ദേഹം ഓടി നടന്ന് സംസാരിച്ച് ഓരോരുത്തരെയും ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. EM ശ്രീധരൻ, EMSന്റെ മകൻ EM ശ്രീധരൻ നക്സലേറ്റുകളുടെ കൂടെ. എന്നിട്ട് ഇതേ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു. അതെ അതെ അതെ, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർട്ടിയിലെ കുറെ ആളുകൾ അവർ രാഷ്ട്രീയക്കാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ആ 2 പിള്ളേരുടെ കഥയൊക്കെ ഓർക്കുന്നില്ലേ, താഹ എന്നൊക്കെ പറഞ്ഞ് UAP കേസിലെ പ്രതി. അപ്പൊ കേരളത്തിൽ ഇത് പാർട്ടിയും അല്ലാതെ ഒലച്ചു. ഈ പാർട്ടിയുമല്ലാതെ ബംഗാളിൽ ഒലച്ചപ്പോഴാണ് ഈ നക്സലിസം ഉണ്ടാകുന്നത്. അതെ, ഇത് 1967 ബംഗാളിൽ നക്സൽബാരിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ രാഷ്ട്രീയമൊക്കെ അന്ന് ലിൻപിയാവോ മറ്റേ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ദിമിത്രോവ്, ലിൻപിയാവോ ഇങ്ങനെ പല ആളുകൾ വന്നിട്ട് വേണുവൊക്കെ എഴുതുന്നൊക്കെ ഞാൻ അന്ന് പ്രേരണ എന്നൊക്കെ ഉള്ള മാസികയിലൊക്കെ തൃശ്ശൂരിൽ വാഞ്ചി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജിൽ ഇവർ മുറിയെടുത്തിട്ടേ ഇങ്ങനെ ഓരോ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കും. ഇത് വായിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ലിൻപിയാവോ സിദ്ധാന്തം ആർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സിവിക് ചന്ദ്രന്റെ കവിത ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇപ്പൊ കേരളത്തിലെ അവസാനത്തെ നക്സലൈറ്റ് ആണ് സിവിക് ചന്ദ്രൻ. ഞാൻ കേസരിയുടെ പത്രാധിപര് എന്നോടൊരു ലേഖനം ചോദിച്ചിട്ട് 2 കൊല്ലം മുമ്പ് ഈ അമിത്ഷായുടെ ഈ സാവധാൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടല്ലോ നശിപ്പിക്കാൻ, ഇത് എഴുതിയപ്പോൾ എന്നെ സിവിക് ചന്ദ്രൻ വിളിച്ചിരുന്നു, എന്തിനാ ഇപ്പൊ എഴുതുന്നത്, ഇത് കേരളത്തിൽ ഇപ്പൊ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനും പറഞ്ഞു സിവിക്കെങ്കിലും ഇല്ലേ ചോദിച്ചു. ഏറ്റവും അവസാനത്തെ കൂട്ടുമുന്നണി കേരളത്തിലായിരിക്കുന്നതാണ് കാഴ്ചപ്പാട് നക്സലിസത്തിന്റെ. കാരണം എല്ലായിടത്തും തീർന്നു കഴിയുമ്പോൾ സേഫ് ഹേവനായിട്ട് കേരളം ഉണ്ടാവുന്നതാണ്. അപ്പോൾ 1948 കൊൽക്കത്ത തിസിസ് സായുധ സമരത്തിന്റെ ഒരു സംഭവമാണ് നമ്മുടെ ഇടപ്പള്ളി ആക്രമണം, പുന്നപ്ര വയലാറ്, ശൂരനാട് കലാപം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. പാർട്ടി അത് ഉപേക്ഷിച്ചു. പക്ഷെ കൽക്കട്ടയിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബംഗ്ലാ കോൺഗ്രസുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു. 1967 കോൺഗ്രസുമായിട്ട് ചേർന്നത് അവിടുത്തെ കുറെ സഖാക്കൾക്ക് പിടിച്ചില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ചാരു മജുംദാർ. അവരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് നക്സലേറ്റ് പ്രസ്ഥാനം. വസന്തത്തിന്റെ ഇടിമുഴക്കെന്ന് ബെയ്ജിങ് റേഡിയോ അന്ന് പറഞ്ഞു, വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് ബെയ്ജിങ്. എന്നിട്ട് ചാരു മജുംദാർ സ്ഥിരമായിട്ട് ബെയ്ജിങ്ങിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ ഇയാൾക്ക് പരിശീലനം കൊടുക്കും, തോക്ക് കൊടുത്തു വിടും. അപ്പൊ കുറെ ജന്മികൾ അയാളുടെ ആളുകൾ ചുട്ടുകൊല്ലും. അവിടെ നക്സൽബാരിയില് ഒരു ജന്മി ബിഗു കിഷൻ എന്ന് പറഞ്ഞിട്ടൊരു കർഷകനെ ഒരു ജന്മിയുടെ ഗുണ്ടകൾ തല്ലിയപ്പോഴാണ് നക്സലേറ്റ് പ്രസ്ഥാനം ഉണ്ടായത് നക്സൽബാരിയിൽ. അപ്പോൾ ഡാർജിലിംഗിൽ 1967 ജംഗൽ സന്താൾ, ഈ ചാരു മജുംദാർ, ജംഗൽ സന്താൾ, കനു സന്യാൽ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ. അപ്പൊ ഇങ്ങനെ ബംഗാളി വസന്തത്തിന്റെ ഇടിമുഴക്കം ഉണ്ടായപ്പോൾ ഇതിന്റെ കൂടെ പോയവരാണ് നമ്മളീ പറഞ്ഞ ആളുകളും ഒക്കെ. 1977 ജനതാ സർക്കാർ വന്നപ്പോൾ ജയിലിൽ പിടിച്ചിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാക്കളെ നക്സലേറ്റുകളൊക്കെ വിട്ടയച്ചു. നക്സൽബാരി എന്ന് പറഞ്ഞ കൊൽക്കത്ത ബംഗാളിലെ ഒരു സ്ഥലമല്ലേ? അതെ, സ്ഥലമാണ്, ഗ്രാമമാണ്, ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഈ ജന്മിയുടെ ഗുണ്ടകള് ബിഗു കിഷൻ എന്ന് പറഞ്ഞ കർഷകനെ തല്ലിയത്, കർഷക തൊഴിലാളിയെ. അതുകൊണ്ടാണ് നക്സലൈറ്റുകൾ ഉണ്ടായത്. അല്ല, പിന്നെ ഇടക്കാലം വെച്ച് പിന്നീട് ഈ കേൾക്കുന്നത് ഈ നക്സൽബാരി എന്നുള്ള പേരൊക്കെ മാറി നക്സലൈറ്റുകളൊക്കെ മാറിയിട്ട് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് തുടങ്ങിയ ഒരു സൈനിക ദളം പോലെയായി ഇവർ മാറുന്നത്. അതെ, അത് 1977 ഇവര് വിട്ടയച്ച ശേഷം ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ സംഗതി പിന്നെയാണ് വിപുലമായിട്ട് അവരുണ്ടാവുന്നത്. 2021 ആവുമ്പോൾ 25 ജില്ലകളിൽ ആയിട്ട് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 70 പൂർണ്ണ ബാധിതമായിട്ട് കണക്കാക്കി. 10 സംസ്ഥാനങ്ങളിൽ ഈ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദണ്ഡകാരണ്യ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ. ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ, മുക്കൂട്ട്
കവലയിലാണ് ശരിക്കും. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറയാൻ പറ്റില്ല. വടക്കിഴക്കല്ല, അത് നമ്മൾ ആദ്യം പറഞ്ഞൊരു പെശകാണ്. അത് തെറ്റാണ്. വടക്കിഴക്കെന്നുള്ളത് തെറ്റാ. ആ ഭാഗത്ത് ഡാർജിലിംഗുമായിട്ട് കൽക്കട്ടയില് ഈ റെഡ് കോറിഡോർ ചെന്ന് ഡാർജിലിംഗിൽ മുട്ടി നിൽക്കും. അത് വേണം, അത് മാത്രം വേണം പറയാം നോർത്ത് ഈസ്റ്റില്. അതെ, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ, തെലങ്കാന. ഒഡീഷ ഇതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ 60% ബോക്സൈറ്റ് നിക്ഷേപം ഒഡീഷയിലാണ്. 25% കൽക്കരി, 28% ഇരുമ്പയിര്, 92% നിക്കൽ, 28% മാംഗനീസ്. അങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട ഖനി ഉടമകളും ഒക്കെ ഉണ്ടല്ലോ, വേദാന്ത എന്നൊക്കെ പറഞ്ഞ കമ്പനിയൊക്കെ അല്ലേ. അപ്പം ഇവരിൽ നിന്നൊക്കെയാണ് ഈ വർഷം 1400 കോടി രൂപ. നമ്മൾ ഈ ഹമാസിൻ്റെ നേതാക്കളെ ആഡംബര ജീവിതം ഖത്തറിൽ നയിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മാവോയിസ്റ്റുകളുടെ രീതി. മാവോയിസ്റ്റ് നേതാക്കൾക്ക് സെക്സ് സ്ലേവ്സ് പോലും ഉണ്ട്. താമസിക്കുന്ന കാട്ടിലാണെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവർ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ മയക്കുമരുന്നൊക്കെ കൊടുത്ത് ഈ വക പരിപാടികളും ഒക്കെ എല്ലാ തരത്തിലും ഉണ്ട്. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ സംഭവമൊന്നും അതിൻ്റെ ഏഴയലത്തോടുകൂടി പോയിട്ടില്ല. 1990കളിൽ 2 ചേരികളായി. CPI ML ഒരെണ്ണം, പിന്നെ മാവോയിസ്റ്റ് സെൻറ്റർ, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞത്. അതാണ് ഈ CPI ML ആണ് ഈ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് PWG എന്ന് പറഞ്ഞിട്ട് ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വരവര റാവു, ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കവിതകളൊക്കെ പാടി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. 2014 മോദി വന്നു. 2015 ദേശീയ നയം ഇത് സംബന്ധിച്ച് രൂപീകരിച്ചു. അപ്പോഴാണ് അമിത്ഷായുടെ കയ്യിൽ ഇത് കിട്ടുന്നത്. 8 ജില്ലകളിൽ മാവോയിസ്റ്റുകളുടെ വേരറുത്തു. 6 ജില്ലകളിൽ അമർച്ച ചെയ്തു. ഈ 20 എണ്ണത്തില് 2017 സമാധാൻ എന്ന് പറഞ്ഞ നമ്മൾ ഇനി ലക്ഷ്യം സമാധാനമാണ് എന്ന് തീരുമാനിച്ചത്. എന്നിട്ട് ഇത് ചുരുങ്ങി വന്ന് 2020 ആയപ്പോൾ ആക്രമണം വെറും 349 ചുരുങ്ങി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പട്ടാളക്കാരി മാവോയിസ്റ്റുകളെ വേട്ടയാടുന്ന ചില സമയത്ത് പട്ടാളത്തിൻ്റെയോ CRPFൻ്റെയോ ഒക്കെ കോൺവോയ് ഇവരെ ആക്രമിച്ച് 20 ജവാന്മാര് കൊല്ലപ്പെടുന്നു. ഇപ്പം അങ്ങനത്തെ ഒന്നും കേൾവിയില്ല. ഏതാണ്ട് ഇത് തീർന്നു. പല സ്ഥലങ്ങളും മോചിപ്പിച്ച് കഴിഞ്ഞു. ഈ ഭാഗത്തെയൊക്കെ ജാർഖണ്ഡ്, ഒഡീഷ, ഈ ഭാഗത്തെ തെലങ്കാന ഭാഗത്തൊക്കെ കഴിഞ്ഞു. അമ്പലങ്ങളൊക്കെ വീണ്ടും പൂജയൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. നാരായൺപൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബസ് സർവീസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ആരംഭിച്ചു. അതെ, ബസ്തറിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്ഷേത്രം ഇപ്പോൾ വിമോചിപ്പിച്ച് പട്ടാളത്തിൻ്റെ കാർമ്മികത്വത്തിൽ അവിടെ പൂജയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ വളരെ പോസിറ്റീവായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നത്തെ വാർത്ത മാവോയിസ്റ്റുകൾ ഈ ആയുധം അടിയറ വെക്കുന്നത്. കേരളത്തിലെ ഏക മാവോയിസ്റ്റായ സിവിക് ചന്ദ്രൻ്റെ കയ്യിൽ ആ പേന മാത്രമേ ഉള്ളൂ അടിയറ വെക്കാൻ. ഏതായാലും മോദിയുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഇത് വന്നത് അമിത്ഷാ മോദിക്ക് കൊടുത്ത ഒരു സമ്മാനം, പിറന്നാൾ സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.